ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങൾ അന്വേഷിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. 4 അംഗ വിദഗ്ധ സമിതിയാണ് ആരോപണങ്ങൾ അന്വേഷിച്ചത്. ആരോഗ്യവകുപ്പിനാണ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. മീര മനോഹരനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. മീര, ഈ റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങൾ സംബന്ധിച്ച് 4 അംഗ സമിതിയെ ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ആരോഗ്യ വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ സമിതിയാണ് ഇപ്പോൾ നിലവിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ തുടക്കം മുതൽ തന്നെ ഈ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തന്നെ മന്ത്രി ഉൾപ്പെടെ സിസ്റ്റത്തിന്റെ ഫെയിലർ ആണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അതിലുൾപ്പെടെ ആ പ്രതികരണങ്ങൾ ഉൾപ്പെടെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 4 അംഗ സമിതി കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ മെഡിക്കൽ സൂപ്രണ്ട് ഉൾപ്പെടുന്ന 4 അംഗ വിദഗ്ധ സമിതിയാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഹാരിസ് ചിറക്കൽ ഈ ഉപകരണങ്ങളുടെ ക്ഷാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ആരോപണം സമൂഹ മാധ്യമത്തിലൂടെ തുറന്നു പറഞ്ഞത്. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലും അദ്ദേഹം ആ വാക്ക് തന്നെ ഉറപ്പിച്ചു പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ ഈ പ്രതികരണത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ കൂടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിൽ സംസ്ഥാനത്തുടനീളമുള്ള മെഡിക്കൽ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ചർച്ചയായിരിക്കുകയാണ്. എന്തായാലും വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ 4 അംഗ സമിതി റിപ്പോർട്ട് കൈമാറി എന്നുള്ളതാണ് സ്വാതി. ശരി മീര, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങൾ ശരിവെച്ച് അന്വേഷിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. 4 അംഗ വിദഗ്ധ സമിതിയാണ് ഇപ്പോൾ ആരോപണങ്ങൾ അന്വേഷിച്ച് ആ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്.